നമസ്കാരം. സമകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വർഷം നടക്കാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അതിന് സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അമേരിക്കൻ രാഷ്ട്രീയത്തെ പറ്റി മുഖ്യധാര മാധ്യമങ്ങൾ വിളമ്പുന്നതിലെ ഒരു വാസ്തവങ്ങൾ എന്തൊക്കെ? ഇതിനെപ്പറ്റി ഇന്ന് നമ്മോട് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് അമേരിക്കയിലെ പ്രശസ്ത ബിസിനസ്സുകാരനും നല്ലൊരു സംരംഭകനും ഒപ്പം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനിയായി 2004 മുതൽ 2007 വരെ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ പ്രസിഡൻഷ്യൽ അഡ്വൈസർ ആൻഡ് കമ്മീഷണർ ഓൺ ഏഷ്യൻ അമേരിക്കൻസ് ആൻഡ് പസഫിക് ഐലൻഡേഴ്സ് എന്ന സുപ്രധാന പദവി വഹിച്ച ശ്രീ ജോസഫ് മേലുക്കാരനാണ്. സർ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സമകാലിക ഒരു അന്താരാഷ്ട്ര ഒരു പൊളിറ്റിക്സിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വർഷം നടക്കാൻ പോകുന്ന അമേരിക്കൻ ഇലക്ഷൻ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള പങ്കുണ്ട് ലോകത്തിന്റെ ഒരു ഭാവി, ഒരു ഗതി നിർണ്ണയിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ശരിക്കും ഈ അമേരിക്കൻ ആ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ അമേരിക്കൻ ഒരു ഇലക്ഷൻ പ്രോസസ്സ് അതിനെപ്പറ്റി അറിയാൻ പ്രേക്ഷകർക്ക് ഒരു താല്പര്യമുണ്ട്. പലപ്പോഴും ഈ പൊളിറ്റിക്സ് അമേരിക്കൻ ഇലക്ഷന്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ സ്വിംഗ് സ്റ്റേറ്റ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആയിരിക്കും ഒരു ഇലക്ഷനിൽ അതിന്റെ ഒരു ഗതി നിർണ്ണയിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നത്? ആ ഒരു ഇലക്ഷൻ പ്രോസസ്സിനെ പറ്റി ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ സാർ ഒന്ന് പങ്കുവയ്ക്കാം. ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുവാനായിട്ട് ഈ അവസരം കിട്ടിയതിനോടത്ത് നിങ്ങൾക്ക് താങ്ക് യു പറയുന്നു. അമേരിക്കൻ ഇലക്ഷൻ പലപ്പോഴും പലരെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്റ്ററിയാണ്. കാരണം ഈ ഇലക്ട്രൽ വോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ 538 ഇലക്ട്രൽ വോട്ട്സ് ആണുള്ളത്. 270 വോട്ട് കിട്ടിയ ആള് ജയിക്കും. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കാൻസസ് സ്റ്റേറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. കാൻസസിൽ ഓരോ സ്റ്റേറ്റുകൾക്കും 2 സെനറ്റേഴ്സ് വീതമുണ്ട്. അതുപോലെ കാൻസസിൽ 2 സെനറ്റേഴ്സും ഉണ്ട്. അത് മാത്രമല്ല, കോൺഗ്രഷണൽ സീറ്റ്സ് പോപ്പുലേഷന്റെ ആനുപാതികമായിട്ടാണ് അത്ര ഡിസ്ട്രിക്റ്റ് ഉള്ളത്. അപ്പം 4 കോൺഗ്രസ് ഡിസ്ട്രിക്റ്റ് കാൻസസിലുണ്ട്. അപ്പോൾ 4 കോൺഗ്രസ് ഡിസ്ട്രിക്റ്റും 2 സെനറ്റും അപ്പോൾ രണ്ടും കൂടി 6 ഇലക്ട്രൽ വോട്ടാണ് കാൻസസിലുള്ളത്. അപ്പോൾ അതുപോലെ ഓരോ സ്റ്റേറ്റുകൾക്കും ഈ 2 സെനറ്റേഴ്സും പ്ലസ് ആനുപാതികമായിട്ടുള്ള കോൺഗ്രസ്മെന്റെ നമ്പറും വെച്ചിട്ടാണ് ഇലക്ട്രൽ വോട്ട്സ്. ഫോർ എക്സാമ്പിൾ, കാലിഫോർണിയ 54 ഇലക്ട്രൽ വോട്ട്സ് ഉണ്ട്. ടെക്സസിലാണെങ്കിൽ 40 ഉണ്ട്. അങ്ങനെ പല സ്റ്റേറ്റുകൾക്ക് അങ്ങനെയാണ് 538. അപ്പോൾ 270 ഇലക്ട്രൽ വോട്ട് കിട്ടണം ജയിക്കണമെങ്കിൽ. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നാഷണൽ പോളാണ് പല മീഡിയയിലും വരുന്നത്. അതിപ്പോൾ ഇന്ത്യയിലായാലും അവിടുത്തെ മീഡിയയിലായാലും ഹൈലൈറ്റ് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ നാഷണൽ പോളാണ്. ഈ സാഹചര്യത്തിൽ നാഷണൽ പോളിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. കാരണം 2016 ഹിലരി ക്ലിന്റൺ ഈ സമയത്ത് ഏതാണ്ട് 6-7 പോയിന്റ് ലീഡ് ചെയ്യായിരുന്നു. എന്നിട്ടും തോറ്റുപോയി. അപ്പോൾ ഈ അമേരിക്കയിലെ ഈ സ്വിംഗ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് മിഷിഗൻ, വിസ്കോൺസിൻ, മിനിസോട്ട, അരിസോണ, നെവാഡ, ഈ സ്റ്റേറ്റുകൾ ഒക്കെ കൂടിയിട്ടാണ്. അവിടെയാണ് വളരെ സമനിലയിൽ നിൽക്കുന്ന സ്റ്റേറ്റുകൾ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസം മുമ്പ് വാൾസ്ട്രീറ്റ് ജേർണലിൽ ഒരു പോള് നടന്നിരുന്നു. അതാണ് ഇപ്പോഴത്തെ 2-3-4 പോളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് 1 പോയിന്റിന് കമല ഹാരിസ് ലീഡ് ചെയ്യുന്ന ഒരു ന്യൂസാണ് എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇതേ പോളിൽ തന്നെ, വാൾസ്ട്രീറ്റ് ജേർണലിന്റെ പോളിൽ ഈ 5 സ്റ്റേറ്റുകളിൽ, സ്വിംഗ് സ്റ്റേറ്റുകൾ, അതായത് ഈ മിഷിഗൻ, മിനിസോട്ട, നെവാഡ, അരിസോണ, അപ്പൊ ഈ സ്റ്റേറ്റുകളിൽ ട്രംപ് ലീഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ്. അപ്പോൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൻസിൽവേനിയ, അതാണ് വേറെ സ്റ്റേറ്റ്. പെൻസിൽവേനിയയിൽ 19 ഇലക്ട്രൽ വോട്ട്സ് ഉണ്ട്. മിഷിഗണിൽ 15 ഇലക്ട്രൽ വോട്ട്സ് ഉണ്ട്. അരിസോണയിൽ 11 ഇലക്ട്രൽ വോട്ട്, നെവാഡയിൽ 9. അപ്പൊ ഇത് ഇത്രയും മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ മിനിസോട്ട കൂടാതെ തന്നെ 54 വോട്ടായി. 54 വോട്ട് എന്ന് പറഞ്ഞാൽ കാലിഫോർണിയയുടെ മൊത്തം വോട്ടിന്റെ അത്രയും. കാലിഫോർണിയക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സപ്പോർട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ, 54 ഇലക്ട്രൽ വോട്ട്. പിന്നെ ഇലിനോയ്, ന്യൂയോർക്ക്, ഇതൊക്കെയാണ് സ്റ്റേറ്റുകൾ. അപ്പോൾ ഈ സ്വിംഗ് സ്റ്റേറ്റിൽ ട്രംപാണ് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്വിംഗ് സ്റ്റേറ്റിൽ വോട്ട് കിട്ടി കഴിഞ്ഞാൽ കാലിഫോർണിയനെ
അത്രയും വോട്ട് തന്നെയായി. പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ സ്റ്റേറ്റുകളും പിന്നെ ടെക്സസ്, ഫ്ലോറിഡ, ഈ രണ്ടും കൂടി വരുമ്പോൾ ഈസി ആയിട്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ട്രംപ് ക്യാമ്പയിൻ ഇൻ നെവാഡ, പുള്ളിയായിട്ട് ഞാൻ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളിയുടെ കൺക്ലൂഷൻ കുറച്ച് ദിവസം മുമ്പ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 300ഓളം ഇലക്ട്രൽ വോട്ടുകൾ ട്രംപിന് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 238 അതൊക്കെ കമല ഹാരിസിന് കിട്ടാൻ സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ. അത് നാഷണൽ പോളിൽ കമല ഹാരിസിന് 2% 3% കൂടുതൽ, ട്രംപിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയേക്കാം. എന്നിരുന്നാലും ഏതാണ്ട് 300 ഇലക്ട്രൽ വോട്ട്സ് ട്രംപിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുപോലെ സാർ, കഴിഞ്ഞ തവണത്തെ ഒരു ഇലക്ഷൻ വളരെ വലിയ രീതിയിൽ ലോക മാധ്യമങ്ങൾ ചർച്ചയാക്കിയതാണ്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ നമുക്കറിയാം, അമേരിക്കയുടെ ഒരു പൊതു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റിന് വീണ്ടും രണ്ടാമത്തെ ഒരു ടേം സാധാരണയായിട്ട് ജനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഇലക്ഷൻ ആ റിസൾട്ടിന്റെ സമയത്ത് ഇരു കൂട്ടരും വിജയം അവകാശപ്പെട്ടു. ട്രംപ് ആയിക്കോട്ടെ, ജോ ബൈഡന്റെ ക്യാമ്പ് ആയിക്കോട്ടെ. അപ്പൊ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഈ സ്വിംഗ് സ്റ്റേറ്റ്സ്, ഇപ്പൊ അരിസോണ പോലെയുള്ള സ്റ്റേറ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 0.2% ബൈഡൻ മുന്നിലായിരുന്നു. അരിസോണ എനിക്ക് തോന്നുന്നു 1952 ശേഷം ആദ്യമായിട്ടാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ട്രംപിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, സമാനമായിട്ടുള്ള കോൺഫിഡൻസ് ജോ ബൈഡനും ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ജോ ബൈഡൻ ജയിച്ചു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഒരു എക്സെപ്ഷണൽ ഇലക്ഷൻ ആയിരുന്നു. കാരണം 100 കൊല്ലം കഴിഞ്ഞിട്ട് വി ഹാഡ് ദ പ്ലേഗ്, കോവിഡ് മാരി വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രക്ചറലി ദർ വർ ലോട്ട് ഓഫ് ചേഞ്ചസ്. അത്രയും ചേഞ്ചസ് എല്ലാവർക്കും അത് ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള സമയമോ സാവകാശമോ ലോജിസ്റ്റിക്സോ ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിനാൽ തന്നെ ഈ വോട്ടിങ്ങിന്റെ സിസ്റ്റം, കാരണം വോട്ടിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് അതാത് സ്റ്റേറ്റുകളിലാണ്. ഇന്ത്യയിലെ പോലെ ഇലക്ഷൻ കമ്മീഷനും ഫെഡറൽ പവർ അധികമില്ല, അത് സ്റ്റേറ്റ് പവറിലാണ്. ഓരോ സ്റ്റേറ്റിന്റെ അതാണ് എല്ലാ റെഗുലേഷൻസും. അപ്പോൾ പല സ്റ്റേറ്റുകളിലും ഡെമോക്രാറ്റ്സ് ഭരിക്കുന്ന സ്റ്റേറ്റുകൾ പ്രത്യേകിച്ച് വളരെയധികം ബാലറ്റുകൾ, മെയിൽ ഇൻ ബാലറ്റുകൾ ബോക്സിൽ കൊണ്ടുവന്നിട്ടിരുന്നു. ആ ബോക്സിൽ ചിലത് സിഗ്നേച്ചർ ആയിരിക്കാം, ചിലത് തമ്പ് ഇംപ്രഷൻ ആയിരിക്കാം. അപ്പോൾ ഒരു തമ്പ് ഇംപ്രഷനോ ഇതോ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ സിറ്റിസൺ ആണോ എന്ന് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ പ്രൈമ ഫേസി അത് കണ്ടു കഴിഞ്ഞാൽ അത് ഇറ്റ് ഹാസ് ടു ബി കൗണ്ടഡ് എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ മില്യൺസ് ഓഫ് ബാലറ്റ് ഇങ്ങനത്തെ ഈ മെയിൽ ഇൻ ബാലറ്റ് വോട്ട്സ് വെറുതെ അതൊക്കെ കൊണ്ടുപോയി ഇതിൽ സ്റ്റഫ് ചെയ്യും. ഫ്രോഡിന് പല സാഹചര്യങ്ങളുമുണ്ട്, പക്ഷെ അത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു. പിന്നെ കോവിഡിന്റെ ആ സമയത്ത് ഒരുപാട് ലോജിസ്റ്റിക് ട്രബിൾ. റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇങ്ങനെ ഒരു സംഭവം, മെയിൽ ഇൻ ബാലറ്റ് ഹാർവെസ്റ്റിംഗ്, ഇതൊക്കെ ഒരു പുതിയൊരു സംഭവമായിട്ട് മാറി. അപ്പൊ അങ്ങനെ ദേവർ കോട്ട് ഓഫ് ഗാർഡ്. അപ്പോൾ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇപ്പോഴും വളരെയധികം സംശയമാണ് എന്ത് സംഭവിച്ചു, എന്തെങ്കിലും സംഭവിച്ചു. അപ്പോൾ അരിസോണയിലോ ആണെന്ന് തോന്നുന്നു അവര് ഇതിന് ശേഷം ഒരു ഓഡിറ്റ് നടത്തി. ഈ മെയിൽ ഇൻ ബാലറ്റിലെ എല്ലാം സിറ്റിസൺ ആണോ അല്ലയോ എന്ന് കമ്പയർ ചെയ്യുന്ന ഒരു സാമ്പിൾ എടുത്തിട്ട് അതിൽ നിന്ന് അവർ ചെയ്യണ്ടായി. അതിൽ 25% സിറ്റിസൺ ആയിരുന്നില്ല എന്നാണ് ഞാൻ റിപ്പോർട്ട് വായിച്ചത്. അപ്പൊ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും മില്യൺ വോട്ട് വന്നതിൽ 25% എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ റിസൾട്ട് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. പക്ഷെ ഇപ്പോഴും ഇത്തവണത്തെ ഇലക്ഷനിലും ചില സാഹചര്യങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തവണ ഒരു അട്ടിമറിക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അട്ടിമറി എന്ന് പറയാൻ പറ്റില്ല. ദേ ക്യാപിറ്റലൈസ്ഡ് ഓൺ അവൈലബിൾ logistical defaults in the system എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇത്തവണ സംബന്ധിച്ചാൽ കോവിഡ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഭൂരിഭാഗം ആൾക്കാരും പോയി വോട്ട് ചെയ്യാനാണ് സാധ്യത. അല്ലെങ്കിൽ മെയിൽ ഇൻ ബാലറ്റിങ് കറക്റ്റായിട്ട് പ്രോസസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പല സ്റ്റേറ്റുകളിലും പല വിധത്തിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൺലി ദ പീപ്പിൾ ഹൂ റിക്വസ്റ്റ് ആൻഡ് ദോസ് ഹു ആർ എലിജിബിൾ ഗെറ്റ്സ് ദ മെയിൽ ഇൻ ബാലറ്റ്. അപ്പൊ അങ്ങനത്തെ ചില ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അധികം സാധിക്കില്ല എന്നാണ് എൻ്റെ നിഗമനം. അത് മാത്രമല്ല, റിപ്പബ്ലിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ലാറ ട്രംപും പിന്നെ വേറെ ഒരു കോ ചെയറും അവർ വളരെയധികം ധനവും അതുപോലെ തന്നെ മീഡിയ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയിൽ ഇൻ ബാലറ്റിനും അതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനത്തിനും. ആ ഒരു കാര്യത്തിൽ വളരെ വീഴ്ച വരുത്തി കഴിഞ്ഞ തവണ. അതിന്റെ ഒരു വലിയൊരു പോരായിക ഇമ്പാക്ട് അതിലുണ്ടായി.
ഒപ്പം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ നാം പരിശോധിക്കുകയാണെങ്കിൽ മാധ്യമങ്ങള് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഒപ്പോണൻസ് ഇത്രത്തോളം ഒരു അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഉണ്ടോ എന്നൊരു കാര്യത്തിൽ നമുക്ക് സംശയമാണ്. യഥാർത്ഥത്തിൽ ഈ ട്രംപ് എന്ന വ്യക്തിയാണോ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളെയാണോ ഇവര് ടാർഗറ്റ് ചെയ്യുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും അവർക്ക് പ്രശ്നമാണ്. അതായത് അവർക്ക് ലിബറൽ മീഡിയനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ പ്രോഗ്രസീവ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതായത് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ട്രംപിന് ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കാക്കി സ്വഭാവമാണ് ആൾക്ക്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ട്രംപിനോട് അല്പം വിയോജിപ്പുള്ളൂ. സംസാരിക്കുന്നത് കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാം, ആൾക്കാരൊക്കെ ഡീമണൈസ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഭേദപ്പെടുത്തി കഴിഞ്ഞാൽ ട്രംപ് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. പക്ഷേ ആ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാലും ലിബറൽസിനെയും പ്രോഗ്രസീവിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വരരുത് എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെല്ലാം വിധത്തിൽ, അപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് ട്രംപ് ജയിച്ചു അപ്പം തുടങ്ങി റഷ്യ തുടങ്ങി, ഇപ്പോഴാണ് പ്രൂവ് ചെയ്തത്. അതെല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിയും ചില വ്യക്തികളും കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പൊ അതുപോലെ ഒത്തിരി അധികം സഹിക്കേണ്ടി വന്ന ഒരാളാണ്. അതായത് ഒറ്റ കാരണത്താൽ പ്രോഗ്രസീവിനും ലിബറൽസിനും ഇങ്ങനെ ഒരാളെ വൈറ്റ് ഹൗസിൽ ഇരിക്കാൻ അനുവദിക്കരുത് എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. പൊതുവെ നമ്മൾ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ പൊതുവെ ഭൂരിഭാഗം പേര് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അനുഭവം പുലർത്തുന്ന വ്യക്തികളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സാറ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു അനുഭവം പുലർത്തുന്നത്? ഞാൻ അമേരിക്കയിൽ എത്തുന്നത് 1983-ലാണ്. ആ സമയത്തൊക്കെ നമ്മളൊരു കെന്നഡി ഫാൻ കൂടി ആയതുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയോട് നാച്ചുറലായിട്ട് ഒരു അഫിനിറ്റി ഉണ്ട്. അന്നത്തെ ആദ്യത്തെ ഇലക്ഷന് മറ്റേ വാൾട്ടർ മൊണ്ടേൽ, അപ്പോൾ ഞാൻ ഡെമോക്രാറ്റിക് പാർട്ടീനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. അത് പിന്നീട് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൻ്റെ ഫാമിലി വാല്യൂസ്, എക്കോണമി, അങ്ങനെ ഓരോ പൊസിഷൻസ് അനലൈസ് ചെയ്തപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി വാല്യൂസ് മുറുകെ പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് കൂടുതൽ. ഞാൻ റിപ്പബ്ലിക്കൻ പാർട്ടി പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. അതേസമയം കൂടുതൽ നമുക്ക് ഫാമിലി വാല്യൂസായിട്ട് അലൈൻ ചെയ്യുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. അതുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടീനെ സെലക്ട് ചെയ്തത്. ആ സമയത്തൊന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഞാൻ ഉള്ള സ്ഥലത്തൊന്നും ആരും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അങ്ങനെ പാർട്ടി ആക്ടിവിസ്റ്റ് ആയിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ പൊളിറ്റിക്കൽ മെൻറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ ജോയ് ചെറിയാനാണ്, വാഷിങ്ടണിൽ. പുള്ളിയാണ് റേഗൻ്റെ സമയത്ത് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ബൈ ഏഷ്യൻ അമേരിക്കൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പൊളിറ്റിക്കൽ ഫോറം ഉണ്ടാക്ക്, ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യ്, സിവിക് റെസ്പോൺസിബിലിറ്റിക്ക് ആൾക്കാരെ കൊണ്ടുവരൂ. അങ്ങനെയാണ് ഞാൻ പൊളിറ്റിക്സിൽ ആദ്യം ഇടപെടുന്നത്. ഒപ്പം തന്നെ ഈ സാർ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഡൊണാൾഡ് ട്രംപിനെ എത്തരത്തിലാണ് ഈ മുഖ്യധാര മെയിൻ സ്ട്രീം മീഡിയസ് അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ഒപ്പോണൻസ് അറ്റാക്ക് ചെയ്യുന്നത് എന്നൊരു കാര്യം സൂചിപ്പിച്ചു. നമ്മൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് രൂക്ഷമാകുന്നു, ഒപ്പം തന്നെ ചൈനയുടെ ഒരു ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, റഷ്യ യുക്രൈൻ വാർ നടക്കുന്നു, ഇറാൻ ഏത് സമയവും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ ഒരു ട്രംപിനെ പോലുള്ളൊരു ടഫ് ഗൈ അമേരിക്കയിൽ വരേണ്ടതിന്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പല തിങ്ക് ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉള്ള സമയമാണ്. Chinese Communist Party is the most persistent and consequential enemy for United States and the Western culture. അതുപോലെ തന്നെ റഷ്യ, ഇറാൻ, ചൈന, നോർത്ത് കൊറിയ, അതിങ്ങനെ ഒരു അലൈൻ ചെയ്ത സാഹചര്യം. അതുമാത്രമല്ല, റഷ്യ യുക്രൈനിലേക്ക് പോയി, ഇറാൻ ഈസ് ഓപ്പൺഡ് അപ്പ് war front with Israel and most of the Western countries and the traffic through the Red Sea. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ആണ്. അപ്പോൾ ഈ സമയത്താണ് ടഫ് നെഗോഷിയേറ്റ്, the person who can project that toughness, അങ്ങനെ ഒരു ആളാണ് ലോകത്തിന് ആവശ്യം. ഈ ആവശ്യം ഒരുമാതിരി ഭൂരിഭാഗം രാജ്യങ്ങളും അംഗീകരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ആളാണ് ഈ സമയത്ത് ഭൂമുഖത്ത് അത്യാവശ്യമുള്ളത്.
അതുപോലെ ഈ വളരെ ഫീബിളായിട്ട് ഡീൽ ചെയ്യുന്ന ബൈഡൻ ഹാരിസ് അങ്ങനെയുള്ള ആളല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നം ഇത്ര സങ്കീർണമായതും അവരുടെ ഈ നിലപാടുകളും അവരുടെ നെഗോഷിയേഷൻ രീതിയും അതുകൊണ്ടാണ്. അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കുകയും ചെയ്യും, ആ ഡിസിഷൻ നടപ്പാക്കുകയും ചെയ്യും, അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആൻഡ് ലോട്ട് ഓഫ് കൺട്രീസ് ദേ വാണ്ട് ദീസ് ടൈപ്പ് ഓഫ് ടഫ്നെസ്. ദാറ്റ്സ് ദ ഓൺലി വേ യു ക്യാൻ ഡീൽ വിത്ത് ദം. ഓക്കെ. ഒപ്പം തന്നെ ഈ ട്രംപ് ബേസിക്കലി ഒരു ബിസിനസ് പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് മേഖലയിലെ ഒരു സ്ട്രാറ്റജി ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ എത്രത്തോളം ഒരു ഗുണം ചെയ്യും? എപ്പോഴും അദ്ദേഹം ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം അമേരിക്കയുടെ കേസാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ഇപ്പൊ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട ഏത് ട്രേഡ് ഡീൽ ആയിക്കോട്ടെ, ഇപ്പം കഴിഞ്ഞ തവണത്തെ നാറ്റോ ആയിട്ടുണ്ടാക്കിയ ഒരു കരാറിൽ ഉണ്ടായ അദ്ദേഹം എടുത്ത ചില നിർണായകമായിട്ടുള്ള ഡിസിഷൻ, ഒപ്പം തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ എടുത്ത ഡിസിഷൻ, അപ്പോൾ ഇപ്പോൾ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. ആ ഒരു മോട്ടീവ് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ആ ഒരു സ്കില്ലിനെ എത്രത്തോളം ഒരു ഫോർവേഡ് എന്നൊരു ആംഗിൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ എത്രത്തോളം ഒരു ഗുണം ചെയ്യും? ഈ സാധാരണ നിലയിലുള്ള പൊളിറ്റീഷ്യൻസ് വൈറ്റ് ഹൗസിൽ കയറി വരുന്നതും ഇങ്ങനെ ഒരു ബിസിനസ്സുകാരൻ പൊളിറ്റിക്കൽ റൂട്ട്സ് ഇല്ലാണ്ട് കയറി വരുന്നതും അതിൻ്റെ താരതമ്യം വളരെ വ്യത്യാസമുണ്ട് അവരുടെ ശൈലിയിൽ. ട്രംപിനെ സംബന്ധിച്ചാൽ വളരെ ട്രാൻസാക്ഷണലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് നേഷൻസിലേക്ക് മോസ്റ്റ് ഓഫ് ദ മണി വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. And when he looked at Germany, European nations ഒന്നും ചൈനയും ആരും വലിയ കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ ജർമ്മനി നോക്കിയപ്പോൾ they should be contributing way more because they are an industrial power in Europe. അങ്ങനെ നോക്കുമ്പോൾ we cannot fund this, we will rather pull that. അപ്പൊ pull out of United Nations, pull out of NATO, ഇതൊക്കെ ഒരു ഷോക്ക് ടാക്ടിക് ആണ്. ഇറ്റ്സ് എ ബിസിനസ് ഓറിയന്റഡ്. അങ്ങനെയാണ്, ദാറ്റ്സ് ദ വേ ഹി ഡീൽസ് വിത്ത് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം എല്ലാത്തിനും നോക്കിക്കാണുന്നത് അമേരിക്കയ്ക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട്. അമേരിക്ക ഫസ്റ്റ് പോളിസിയാണ് പുള്ളി എപ്പോഴും എക്സ്പോസ് ചെയ്യുന്ന ഒരു കാര്യം. അത് രാജ്യത്തിന് നല്ലതാണ്, രാജ്യത്തിന്റെ ഇതാണ്. അപ്പോൾ ബാക്കി എല്ലാവരും അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ. അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് അത് വേറൊന്ന്. ഒരുപാട് ലിബറൽ മീഡിയ ഒപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രംപിന്റെ പോളിസി. പക്ഷെ ട്രംപ് ക്ലൈമറ്റിനെ അംഗീകരിക്കാത്തതുകൊണ്ടൊന്നുമല്ല. ഈ ക്ലൈമറ്റിന്റെ പോളിസിയും ഇതിന്റെ ഡിസിഷനും എല്ലാം എടുക്കുന്നത് ഇത് അമേരിക്ക മാത്രം ഇതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സഫർ ചെയ്യുക. ബാക്കിയുള്ളവരൊന്നും ഇപ്പൊ ഒന്നും സഫർ ചെയ്യേണ്ട, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അതാണ് ഈ ബിസിനസ് ഔട്ട്ലുക്കിന്റെ ഗുണം. അതാണ്, അങ്ങനെയാണ് പുള്ളി ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ ഒരു വിധത്തിന് ട്രാൻസാക്ഷനിലാണ് പുള്ളിയുടെ ഓറിയന്റേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെന്റ് വേ ഓഫ് approaching certain decision making, certain dialogue. Sometimes he pushes to the limit. അത് ചിലവർക്ക് ഇപ്പോൾ എല്ലാവരും ഈ വളരെ ഡിപ്ലോമസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ആർ ഓൾ കരിയർ ഡിപ്ലോമാറ്റിക് പൊസിഷൻസ്. അവരങ്ങനെ ചിന്തിക്കൂ, അങ്ങനെ കാണൂ. ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അതുപോലെ ചെയ്യുള്ളൂ. അതങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ട്രംപിൻ്റെ ഇത് അങ്ങനെയല്ല. ഈസ് വെരി ബിസിനസ് ലൈക്ക്. അപ്പോൾ അതിന് ഗുണമുണ്ട്, ചിലപ്പോൾ അതിന് ദോഷമുണ്ട്. പക്ഷെ ഭൂരിഭാഗവും അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടമാണ്. ആ നേട്ടമാണ് പുള്ളി നോക്കിക്കാണുന്നത്. അമേരിക്കയിൽ ഏകദേശം 40 വർഷത്തിന് മേളിലായിട്ട് അമേരിക്കയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. അമേരിക്കൻ പൊളിറ്റിക്സിനെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ലെഫ്റ്റ്, ഒരു പ്രോ ലെഫ്റ്റ് ഐഡിയോളജി അമേരിക്കൻ പൊളിറ്റിക്സിൽ മാത്രമല്ല അമേരിക്കൻ സൊസൈറ്റിയിൽ തന്നെ പിടിമുറുക്കുന്നു എന്നൊരു ആശങ്ക അങ്ങേക്കുണ്ടോ? ഞാൻ പറയാൻ കാരണം, ഇപ്പം അമേരിക്ക തന്നെ, അമേരിക്കയുടെ കറൻസിയിൽ തന്നെയുണ്ട് ഇൻ ഗോഡ് വി ട്രസ്റ്റ്. ക്രിസ്തീയ മൂല്യങ്ങൾക്ക്, ധാർമ്മിക മൂല്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പൊ ഈ ഒരു പ്രോ ലെഫ്റ്റ് ഒരു ഐഡിയോളജി, അതിന്റെ ഒരു നുഴഞ്ഞുകയറ്റം ഒരു മൂല്യച്യുതിയിലേക്ക്, അല്ലെങ്കിൽ അത് എല്ലാ മേഖലയിലും, രാഷ്ട്രീയ മേഖലയായിക്കോട്ടെ, മാധ്യമ മേഖലയിലായിക്കോട്ടെ, അതിലേക്ക് അമേരിക്കയെ നയിച്ചിട്ടുണ്ടോ? അത് അമേരിക്കൻ സൊസൈറ്റിയിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്ട് എന്തൊക്കെയാണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ വീക്ഷിക്കുമ്പോൾ, ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ ഈ ലിബറൽ മീഡിയ, പ്രോഗ്രസീവ് മൂവ്മെന്റ്, ഇതിനൊക്കെ ഏറ്റവും പ്രതിബന്ധമായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ദ ഫെയ്ത്ത്, ദ ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, ഹിന്ദുയിസം ആയിക്കോട്ടെ. അപ്പോൾ get God out of public places, get God out of school, get God out of, ഇതാണ് അവരുടെ so they want the affiliations to their ideology. For Christians, it is the nation and the creator that is more important. So അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. അപ്പൊ അവരുടെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു തന്നെയാണ് institutionalized faith, institutionalized Christian institutions. അപ്പൊ ആ ഒരു അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ അതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അവർ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ
ഈ ബൈഡൻ ഹാരിസ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് മുഴുവൻ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ക്രിട്ടിക്കൽ റേസ് തിയറി അതിന് യാതൊരു ബേസിസും ഇല്ല. ഇറ്റ് ഈസ് നോട്ട് പ്രൂവൺ. ഇറ്റ് ഈസ് സം ദ പീപ്പിൾ ഹൂ പ്രൊപ്പൗണ്ടഡ് ദാറ്റ്. ബട്ട് അതൊക്കെ അതിനു മുമ്പ് ഹാഫ് ബേക്ഡ് ആയിട്ട് പാരൻസിൻ്റെയും അനുവാദം ഇല്ലാണ്ട് അത് പഠിപ്പിക്കാൻ തുടങ്ങുക. അതുപോലെ തന്നെ ജെൻഡർ ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസിൽ about sex change. You can be a boy or girl, you decide, and if you want you can change and you don't have to even ask your parents. ചില സ്റ്റേറ്റുകളിൽ അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ അവർ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഒപ്പോസിഷൻ വന്നു. പല സ്റ്റേറ്റും ഫ്ലോറിഡയിലൊക്കെ ഭയങ്കര ഒപ്പോസിഷൻ വന്നു. വെർജീനിയയിൽ ഇതൊക്കെയായിരുന്നു മെയിൻ ഇഷ്യൂ. അവിടെ വെർജീനിയയിൽ റിപ്പബ്ലിക്കൻ ഗവർണർ ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇതാണ്. അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ദേ പെർമിയേറ്റഡ് ദീസ് liberal thinking and also the very anti-family value type of അതങ്ങനെ കടന്നു വന്നത് ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ട്രംപ് പ്രോമിസ് ചെയ്യുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് get the government out of any intervention in the education system. So ഇപ്പോൾ കണ്ടമാനം എഡ്യൂക്കേഷൻ പോളിസി ഇന്റർവെൻഷൻസ് ഉണ്ട് ഫെഡറൽ ഗവൺമെന്റിൻ്റെ. നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പൈസ തരില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തേത് മോർ വോയിസ് ഫോർ പാരൻസ്. ഇപ്പോ അതാണ് ഏറ്റവും നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം. പാരൻസിന് വോയിസ് ഇല്ല പല കാര്യങ്ങളിലും. ദേ take the decision and the school implements it and parents have no. മൂന്നാമത്തേത് സ്കൂൾ ചോയ്സ്. ഇപ്പോൾ ഓരോ സ്കൂളിനും ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫെഡറൽ ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് ലോട്ട് ഓഫ് മണി ഈസ് ഗോയിങ് ഇൻ ടു ഈച്ച് സ്റ്റുഡൻറ്. അത് ഇറ്റ് വേരീസ് ഫ്രം $8,000 to $15,000 per student is being spent. അപ്പോൾ ഇത് ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനോ വേറെ പാരോക്കിയൽ ഇൻസ്റ്റിറ്റ്യൂഷനോ കൊടുത്തു കഴിഞ്ഞാൽ ദേ ക്യാൻ ഹാവ് എ ബെറ്റർ എഡ്യൂക്കേഷൻ. അപ്പോൾ ആ സ്കൂൾ ചോയ്സ്, സ്കൂൾ വൗച്ചർ സിസ്റ്റം, ഈവൻ ഹോം സ്കൂളിംഗ്, so a lot of ways kids can be prepared for success and kids can be having a better education, not to be messing around with what they think, how they think, what they dress in, all these gender issues and all that stuff. അപ്പോൾ അതിലേക്കാണ് കൂടുതൽ ട്രംപിൻ്റെ കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് എ ഗുഡ്, ഐ തിങ്ക് എല്ലാ പിള്ളേരുള്ള ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മീഡിയയിലൊന്നും സംസാരിക്കാത്ത കാര്യമാണ്. ട്രംപിൻ്റെ പ്രോമിസ് ഇതാണ്, ഈ 3 കാര്യങ്ങളാണ്. അത് വന്നു കഴിഞ്ഞാൽ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ചാൽ കുറെയൊക്കെ കുറച്ചും കൂടി വെളിച്ചം, ഒരു ഫോക്കസും ഒരു പർപ്പസും ഒക്കെ ഉണ്ടാവും. പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത ചോദ്യം. പ്രത്യേകിച്ച് ഈ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം വിഷയങ്ങളിൽ ട്രംപ് എടുക്കുന്ന നിലപാട്, പ്രത്യേകിച്ച് ട്രംപ് കഴിഞ്ഞ തവണത്തെ പ്രസിഡൻസി കാലയളവിലാണ് ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രോ ലൈഫ് റാലിയിലൊക്കെ പങ്കെടുക്കുന്നത്, മാർച്ച് ഫോർ ലൈഫ് റാലി. അപ്പോൾ പ്രോ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പൊ ജെൻഡർ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒരു സെയിം സെക്സ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ക്രിസ്തീയതയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പറയാറുള്ള ഒരു കാര്യമാണ്. ഹി വിൽ ബ്രിങ് ബാക്ക് ക്രിസ്ത്യാനിറ്റി ടു അമേരിക്ക, വൈറ്റ് ഹൗസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലപാടുകളല്ലേ തീർച്ചയായിട്ടും ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഫെയ്ത്ത് ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രംപിനെ കുറെ കൂടി ഒരു പിന്തുണയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ? I think Trump want to bring the values that made America great. അപ്പോൾ America is an idea, and it doesn't matter where you came from, it doesn't matter what religion you believe in. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ എല്ലാ റിലിജനും റെസ്പെക്ട് ചെയ്യുക, പക്ഷെ ഫാമിലിനെ റെസ്പെക്ട് ചെയ്യുക, ആൻഡ് ക്രിയേറ്റർ ഗാഡ് ഈസ് എൻഷ്രൈൻഡ് ഇൻ ടു എവറിഥിങ്. അപ്പോൾ അതിനെ അനാവശ്യമായിട്ട് ഒപ്പോസ് ചെയ്യേണ്ട കാര്യമില്ല, അനാവശ്യമായിട്ട് എടുത്ത് കളയേണ്ട കാര്യമില്ല. ഡോണ്ട് അറ്റാക്ക് ഗാഡ്. അപ്പോൾ ആ ഒരു പോളിസി മാത്രം മതി. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ട്രംപ് ഈസ് ഡൂയിങ്. വളരെ പ്രത്യക്ഷമായിട്ട് കൂടുതൽ സിൻസ് ഹി ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ, ഹി ഹാസ് നോട്ട് കം അപ്പ് വിത്ത് ലോട്ട് ഓഫ് ബട്ട് ഈസ് എ പ്രോ ലൈഫ് പേഴ്സൺ. പക്ഷെ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഹി സേസ് ഈസ് ദാറ്റ് റോ വേഴ്സസ് വെയ്ഡ് ഡിസിഷൻ അന്ന് എടുത്തത് അത് ഓരോ സ്റ്റേറ്റിന്റെ പവറിലാണ്. ദ പ്രൊട്ടക്ഷൻ ഓഫ് life. Protecting life is state's authority. Roe versus Wade decision took that out of the state and legalized abortion അതിൻ്റെ ഇന്റർപ്രിട്ടേഷനിൽ. സോ കഴിഞ്ഞ ജൂൺ 2022 ഡിസിഷൻ അനുസരിച്ച് ദ ഡിസിഷൻ is given back to the states. Let the states decide what they want to do. അത് തന്നെയാണ് ട്രംപും പറയണത്. ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഭൂരിഭാഗം ഇങ്ങനെയാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നുള്ളത്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം he promotes life. Every baby that is conceived deserve to live.
എന്നുള്ളതാണ് പുള്ളിയുടെ പോളിസി. അപ്പൊ നമുക്ക് ഈ തവണത്തെ പ്രസിഡൻഷ്യൽ റേസ് 2024 പ്രസിഡൻഷ്യൽ റേസ് ചില നിർണായകമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒന്ന് ട്രംപിന് നേരെയുള്ള ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ്, ഒപ്പം തന്നെ ജോ ബൈഡൻ ആയിരുന്നു സ്ഥാനാർത്ഥി എന്ന് ചിന്തിച്ചിരുന്ന ഘട്ടത്തിലാണ് പൊടുന്ന് തന്നെ കമല ഹാരിസിന്റെ ഒരു വരവ്. നമുക്ക് ഈ ട്രംപിന്റെ അസാസിനേഷൻ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഈ കമല ഹാരിസിന്റെ ആ ഒരു വരവ് അതുവരെ ഒരു ഈസി വാക്ക് ഓവർ എന്ന നിലയിൽ ലോകമാധ്യമങ്ങളൊക്കെ അത്തരത്തിലായിരുന്നു പ്രസിഡൻഷ്യൽ റേസിനെ വീക്ഷിച്ചിരുന്നത്. അപ്പൊ ഈ കമല ഹാരിസിന്റെ വരവ് ട്രംപിന്റെ ഒരു മുന്നേറ്റത്തിന്റെ ഒരു വേഗത കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ സ്ട്രക്ചേർഡ്, വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ചെയ്ത ഒരു സംഗതിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബൈഡൻ പറഞ്ഞു ട്രംപിനെ തോൽപ്പിച്ച ഒരു പ്രസിഡന്റ് പുള്ളി മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രംപിന്റെ മുമ്പിൽ തോക്കുന്ന ഏറ്റവും ചാൻസ് ഉള്ള ഒരു പ്രസിഡന്റും പുള്ളിയാണെന്ന് വന്നപ്പോഴാണ് പുള്ളീനെ മാറ്റിയത്. മാറ്റുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ട്രംപ് ഹാരിസ് ടിക്കറ്റിനാണ് ഒരുപാട് ഡൊണേഷൻസ് വന്നിരിക്കുന്നത്. ആ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻ പാക്ക് മണി ആസ് വെൽ ആസ് ദെയർ ഫണ്ട് റൈസ്, അതൊക്കെ വേറൊരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ ലീഗൽ ഇഷ്യൂസ് വരും. അപ്പോൾ സിൻസ് ഹാരിസ് ഈസ് ഓൾറെഡി ഓൺ ദ ടിക്കറ്റ്, the most logical way is to elevate her. Okay, അതാണ് അവർ ചെയ്തത്. പിന്നെ മാത്രമല്ല പുതിയൊരാളെ കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അൺനോൺ, സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. സോ ഡെമോക്രാറ്റ് ദേ മെയ്ഡ് എ ഡിസിഷൻ, ബൈഡൻ മസ്റ്റ് ഗോ, വേറൊരാളെ വേണം. പക്ഷെ ഈ സാഹചര്യത്തിൽ പുതിയ ആള് വരുന്നതിന്റെ പ്രശ്നവും അതുപോലെ തന്നെ ക്യാമ്പയിൻ മണിയുടെ പ്രശ്നവും രണ്ടും കൂടി ആലോചിക്കുമ്പോൾ ഈസിയസ്റ്റ് പാത്ത് ഈസ് കമല ഹാരിസ്. അതിനു വേണ്ടിയിട്ട് കമല ഹാരിസിനെ വളരെ കെയർഫുള്ളി കൊറിയോഗ്രാഫ്ഡ് കൊറോണേഷൻ ആയിരുന്നു ഇതിന്റെ നോമിനേഷൻ ഇവന്റ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ 80% ഓഫ് ദ മീഡിയ കമല ഹാരിസിന്റെ കൂടെയാണ്. അപ്പൊ അവർ ഈ കൊറിയോഗ്രാഫിന്റെ എല്ലാ ഭാഗവാക്കുകളായിട്ട് അവര് പുള്ളിക്കാരത്തിനെ വളരെ ഹയർ ലെവലിൽ മോർ ദാൻ വാട്ട് ഷീ ഈസ്. I mean, everybody, അന്ന് വരെ she is low IQ. Everybody, even Democrats agreed, most of them agreed she is low IQ. She laughs like a പൊട്ടം കടിച്ച പോലെ ചിരിക്കും, ഉത്തരം മുട്ടുമ്പോ ചിരിക്കും. അങ്ങനത്തെ ഇതുകളൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന അതേ ആൾക്കാർ തന്നെ she is the Madonna, she is the one who will save America from Trump. ഫേക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തു. അതിപ്പോ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒരു 10 മിനിറ്റ് ഒരു ഇന്റർവ്യൂവിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫസാഡ് മുഴുവൻ താഴെ വീഴും. CNN ഇന്റർവ്യൂ തന്നെ അതാണ്. അതെ, അത് ഞാൻ വായിച്ചു. CNN ഇന്റർവ്യൂവിന് ശേഷം ആളുടെ സപ്പോർട്ട് കുറച്ചും കൂടി കുറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കൺസേൺ ഇല്ല. കാരണം ഇലക്ഷൻ ഇനിയും 2 മാസം സമയമുണ്ട്. ഈ 2 മാസത്തിനിടയ്ക്ക് ലോട്ട് ഓഫ് തിങ്സ് വിൽ ഹാപ്പൻ. ആൻഡ് ഷീ ഡസന്റ് ഹാവ് ദാറ്റ് കോർ belief of right and wrong. She wants to be everything to everybody. She flips off on a lot of policies. നെവാഡയിൽ ട്രംപ് പറഞ്ഞു ടിപ്പ് മറ്റേ റെസ്റ്റോറന്റിൽ ടിപ്സ് കിട്ടുന്നത് ടാക്സ് ഫ്രീ ആക്കണം എന്ന് പറഞ്ഞു. അപ്പോ കമല ഹാരിസ് അപ്പോഴും പറഞ്ഞു സോ ഐ വിൽ മേക്ക് ഇറ്റ് സോ ഇങ്ങനെ ഒരു പാരഡി പോലെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതാണ്. അതൊന്നും ഇറ്റ് ഡസന്റ് sit well with the people who look to a person who have core belief. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ ഒരു ഇലക്ഷൻ സിനാരിയോ എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും അതിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അൺഡിസൈഡഡ് വോട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സ് ആണ്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു അൺഡിസൈഡഡ് വോട്ടേഴ്സ്, അവര് എത്രത്തോളം ഒരു സ്വാധീനം അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ ഫലം നിർണ്ണയിക്കുന്നതിൽ അവരുടെ പങ്ക് എത്രത്തോളം ഉണ്ടാവും? അൺഡിസൈഡഡ് വോട്ടേഴ്സ് കുറെയൊക്കെ ഇറ്റ് ഈസ് in different buckets. കുറെയൊക്കെ ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലെ കുറെ പേരുണ്ട്, ഹിസ്പാനിക് കമ്മ്യൂണിറ്റിയിലെ കുറെ പേരുണ്ട്. അവർ ദൈനംദിനം അവർ കാലത്ത് വർക്ക് ചെയ്യാൻ പോകുന്നു, തിരിച്ചു വരുന്നു, ഇതിനൊന്നും അവർക്കൊന്നും സമയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ അടുത്ത് വരുമ്പോഴാണ് ഈ ഡിസിഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കുറെ പേര് നോക്കുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ഏറ്റവും കൺസേൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോട്ട് ഓഫ് ദം വിൽ സേ ബോർഡർ ഈസ് വൺ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു ഹിസ്പാനിക് ഫാമിലി ഇവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോ നിന്ന് കടന്നു വരുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ച് അവർ ഇവരുടെ മറ്റേ ഇവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കുകയാണ്. ഇവരുടെ ലേബർ അവർ കൺട്രിബ്യൂട്ട് ചെയ്യണം ഒരു പ്രോജക്റ്റ് കിട്ടണമെങ്കിൽ. അതൊക്കെ അവർക്കും ഇഷ്ടമല്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമാണ്. ഇൻഫ്ലേഷൻ വലിയൊരു പ്രശ്നമാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു കാര്യങ്ങളിലെല്ലാം ഒരു 68-70% ട്രംപിന് അഡ്വാൻറ്റേജ് ഉണ്ട്. സേഫ് നൈബർഹുഡ്സ്. ഇപ്പോൾ ഡെമോക്രാറ്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഷിക്കാഗോ, സിയാറ്റിൽ, ഇങ്ങനത്തെ പല സിറ്റികളിലും ഡീഫണ്ട് പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിന്റെ എണ്ണം കുറച്ചു. പോലീസ് ഉള്ളവർ തന്നെ ദേ ഡോണ്ട് ടേക്ക് ആക്ഷൻ ആൻഡ് ഇറ്റ്സ് എ മേഹം. ഇറ്റ്സ് എ ലോഡ് ഓഫ് ബർഗ്ലറി, ലോഡ് ഓഫ് ബ്രേക്ക്-ഇൻസ്. അവര് വലിയ എക്സ്പെൻസീവ് ഷോപ്പിലൊക്കെ കയറിയിട്ട് 10,000-15,000 സാധനങ്ങൾ എടുത്ത് they just walk away. Nobody is going after them. അപ്പോൾ it is a crime capital. A lot of these cities have become. അപ്പോൾ അത് ഈ പറയുന്ന അൺഡിസൈഡഡ് ഉള്ള കാറ്റഗറിക്ക് അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരുമ്പോൾ they will come back to ട്രംപ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ചു, ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ, ഇപ്പം എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, ഇപ്പം ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയിക്കോട്ടെ. പക്ഷേ പലപ്പോഴും ഇപ്പം മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പം അതൊക്കെ ബൈഡന്റെ കുഴപ്പമാണ്. ഇപ്പം കമല വന്ന ഒരു ന്യൂ ചാപ്റ്റർ ആണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കമലയെ സംബന്ധിച്ച് അതിൻ്റെ അകത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പം കമലയ്ക്ക് അതിൻ്റെ അകത്ത് കുറെ കൂടി ഒരു മികച്ച ഒരു ഡിസിഷൻ ആ കാര്യത്തിൽ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഭരണപരാജയങ്ങൾ മറച്ചു വെക്കുന്നു. അപ്പൊ അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫേക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഫേക്ക് ഒരു കൊറോണേഷൻ നടന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫേക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു വിഷയത്തിൽ കമലയെ ഒരു അമിതമായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ കൊടുക്കുന്ന ഒരു സിനാരിയോയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബൈഡൻ കാൻഡിഡേറ്റ് ആകുന്നത് തന്നെ, ബൈഡന് സാധാരണ ഏത് ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാലും അധികം വോട്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ബൈഡൻ കാൻഡിഡേറ്റ് ആകുന്നത് ചില കണ്ടീഷൻസ് വെച്ചിട്ടാണ്. അവർ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അതും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണേഷൻ ആയിരുന്നു. ഇനിഷ്യലി ഹി വാസ് ലാഗിങ് ബിഹൈൻഡ് ഓൾ ദ കാൻഡിഡേറ്റ്സ്. അപ്പൊ അതിൽ നിന്നാണ് പെട്ടെന്ന് പുള്ളി കയറി വന്നത്. ബേണി സാൻഡേഴ്സ് ആയിരുന്നു മുമ്പിൽ. അപ്പോൾ ബേണി സാൻഡേഴ്സും ആയിട്ടുള്ള ഒരു അഗ്രിമെന്റിൽ ബൈഡൻ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനിലാണ് പുള്ളി കയറി വരുന്നത്. ബൈഡൻ പ്രസിഡന്റ് ആയതിനു ശേഷം ബൈഡന്റെ ഉള്ള സ്റ്റാഫിൽ പലരും പഴയ ഒബാമയുടെ ആൾക്കാരും ബേണി സാൻഡേഴ്സിന്റെ ആൾക്കാരുമായിരുന്നു. അവരാണ് പോളിസി കൺട്രോൾ ചെയ്യുന്നത്. ഈ ബൈഡന് കഗ്നേറ്റീവ് ഇഫക്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴല്ലേ അവർ സമ്മതിച്ചുള്ളൂ. ഈ 3 കൊല്ലവും ഭയങ്കര കഗ്നേറ്റീവ് ഡിഫക്റ്റ് ആയിരുന്നു പുള്ളിക്ക്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടത് വേറെ ആൾക്കാരാണ്. അപ്പൊ ഈ സെയിം ആൾക്കാരാണ് കമല ഹാരിസിന്റെ കൂടെ. കമല ഹാരിസിന്റെയും ഇതുപോലെ തന്നെ ഒരു കൊറോണേഷൻ ആയിരുന്നു. കമല ഹാരിസിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ പോളിസിയിലോ അഡ്മിനിസ്ട്രേഷൻ ഫോക്കസിലോ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. സെയിം പീപ്പിൾ, സെയിം പോളിസി, സെയിം ഔട്ട്കം. ഒരു പപ്പറ്റായിട്ട് പ്രവർത്തിക്കും. അതെ. ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഇലക്ഷൻ ഫണ്ടിങ് അതിന്റെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു ബഹുദൂരം മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ അബോർഷൻ പോലുള്ള വിഷയങ്ങൾ, പ്ലാൻഡ് പേരന്റ്ഹുഡ്, ഒപ്പം തന്നെ ട്രംപ് പലപ്പോഴും ആശങ്ക ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഡീപ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ട്രംപ് തന്നെ പറയാം ഇപ്പൊ ഇലുമിനാറ്റി പോലുള്ള നിഗൂഢ ഗ്രൂപ്പുകൾ. അപ്പോൾ ആ ഒരു കോക്കസ് ഒരു സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ട്രംപ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ ഒരു സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് അല്ലേ, അതായത് ഒരു ഐഡിയോളജി പരമായിട്ടുള്ള, നമുക്കറിയാം നേരത്തെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് പലപ്പോഴും ഒരു പേഴ്സൺ ടു പേഴ്സൺ, അതിനേക്കാളൊക്കെ ഉപരി ഒരു ഐഡിയോളജി, 2 ഐഡിയോളജികൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നത്? ഇപ്പോഴത്തെ അത് തന്നെയാണ്. അപ്പോൾ രണ്ട് ഐഡിയോളജി, 2 ഔട്ട്ലുക്കാണ്. ഒന്ന് എക്കോണമിയുടെ പേരിൽ ടാക്സ് അടക്കം, പിന്നെ പോളിസീസ്, ഇന്റർനാഷണൽ പോളിസീസ്. ഇതിലൊക്കെ വളരെ വൈവിധ്യമായിട്ടുള്ള 2 കാൻഡിഡേറ്റ്സ് ആണ്. അപ്പൊ ക്ലിയർ ചോയ്സ് ഉണ്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവരത് മറച്ചു വെച്ച് അതിനെ വേറൊരു വിധത്തിലാക്കാൻ നോക്കുകയാണ്. അപ്പോൾ റിയൽ ഇഷ്യൂസിലേക്ക്, സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് ദ ബോർഡർ, സേഫ്റ്റി ആൻഡ് ക്രൈം, എഡ്യൂക്കേഷൻ, ഇൻഫ്ലേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് വളരെ തന്ത്രപൂർവ്വം ഉള്ള ആ വിഷയം മാറ്റലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ആരും സംസാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ക്യാമ്പയിൻ ആ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് അവർ ഫോക്കസ് ചെയ്യണമെന്ന് എൻ്റെ താല്പര്യം. അങ്ങനെ ഫോക്കസ് ചെയ്യുക, അത് മാത്രം മതി.
വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സ്റ്റേ ഓൺ ദ ഇഷ്യൂസ്, അത്രമാത്രം മതി. അപ്പം ഈ ബൈഡനെതിരെയുള്ള ട്രംപിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ഒരു വലിയൊരു പമ്പിങ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അമേരിക്കയിലേക്ക് നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തന്നെ പലർക്കും ഈ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഡിസിഷനിലേക്കൊക്കെ ബൈഡൻ വരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ഒരു പമ്പിങ് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു ഭരണ കാലയളവിൽ സംഭവിച്ചത്? അതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്ന അജണ്ടകൾ എന്തൊക്കെയാണ്? അതിൽ 2-3 ഷോർട്ട് ടേമിൽ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ലോങ് ടേമിൽ വളരെ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഷോർട്ട് ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രഷണൽ റീഡിസ്ട്രിക്ട് നമ്പർ ഓഫ് കോൺഗ്രസ്മെൻ ഫോർ ഈച്ച് സ്റ്റേറ്റ്, അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ, അത് സിറ്റിസൺ ആണോ അല്ല എന്നല്ല നോക്കുന്നത്, നമ്പർ ഓഫ് പീപ്പിൾ അതൊന്ന്. 2, ഇവരൊക്കെ വന്ന് താഴെ ലെവലിലുള്ള ജോലികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറച്ച് കുറയുന്നുള്ളൊരു ഇതുണ്ട്. 3-മത്തേത് ലോങ് ടേം, കുറെ കഴിഞ്ഞാൽ ഇവരൊക്കെ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ അവർ ഡെമോക്രാറ്റ് ആവുന്നുള്ളത്. പക്ഷേ ദേ ആർ മിസ്സിങ് ദ പോയിന്റ്. $35 trillion വർത്ത് ഓഫ് നാഷണൽ ഡെറ്റ് ഉണ്ട്. ആ ഡെറ്റ് ഇരിക്കുന്ന സമയത്ത് 8-9 മില്യൺ ആൾക്കാരെ, ആ ആൾക്കാരെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ നിന്ന് മാത്രമേ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ നോർത്ത് കൊറിയ, ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, വെനിസ്വേല, every country the people are bringing. എന്നിട്ട് ഈ coyotes, the drug mafia, they are charging $7,000 to $9,000 for one person to bring from the country of origin to the border. അത്രയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ദേ ആർ മേക്കിംഗ് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. അപ്പോൾ അവരാണ് കാശ്. അവർ അതിൻ്റെ കൂട്ടത്തിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതിൻ്റെ കൂട്ടത്തിൽ ഫെന്റനോൾ എന്ന് പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്, ആ സിന്തറ്റിക് ഡ്രഗിന്റെ കേസൊക്കെ എത്രയോ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ഡൈയിങ്. ഞാൻ കഴിഞ്ഞ മാസം വാഷിങ്ടണിലെ FBI-യുടെ ഒരു ഇതിന് പോയി. അപ്പോൾ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ അതിലെ ഒരു സിറ്റിസൺ അക്കാഡമി ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അവരൊക്കെ കൂടി ഞങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം 2023 110,000 people died through the overdose of fentanyl. അത് 2022 little bit over 60,000. ആ 60,000 നിന്ന് 110,000 in 1 year. പക്ഷേ സാഡസ്റ്റ് ഫാക്ട് ഈസ് ദാറ്റ് അവരെല്ലാ പിള്ളേരുടെയും പടങ്ങളൊക്കെ ചുമരുമ വെച്ചിട്ടുണ്ട്. അതിൽ 70% ഏജ് ഗ്രൂപ്പ് ഈസ് ബിറ്റ്വീൻ 14 years and 24 years. 70%. കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. ഇതെന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഇതെന്തുകൊണ്ട് ഇത് തടയണില്ല? ഇതൊക്കെ വരുന്നത് സൗത്ത് ഓഫ് ദ ബോർഡറിൽ നിന്നാണ്. അപ്പോൾ അൺബ്രൈഡൽഡ് ഇമിഗ്രേഷൻ വിത്ത് നോ ചെക്സ്. ഇപ്പൊ എൽപാസോയിലൊക്കെ ആൾക്കാർ കടന്നു വരുമ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും റിസീവ് ചെയ്യാനുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ വിടുന്നത്? അപ്പൊ അത്ര യാതൊരു കൺട്രോളില്ലാത്ത ഇമിഗ്രേഷൻ. അപ്പൊ ഒരു ഷോർട്ട് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ ഹോളിഡേയിലോ അല്ലെങ്കിൽ ഡേയ്സിലോ അങ്ങനത്തെ മോട്ടലിലൊക്കെ താമസിപ്പിച്ച് അവർക്ക് ഇത് കൊടുത്ത്, ഈവൻ കാലിഫോർണിയയിൽ ഇപ്പോൾ $150,000 ഹോം ലോൺ സിറ്റിസൺസിന് കിട്ടാത്ത അംഗീകാരവും ഇതുപോലത്തെ ഉള്ള ബെനിഫിറ്റ്സും അവർക്ക് കൊടുക്കാനായിട്ട് എവിടെ നിന്ന കാശ്? അപ്പൊ ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. It's completely ridiculous. ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അത് ഇവിടെ അമേരിക്കയിലും lot of countries have the same thing. ട്രംപിന്റെ ഭരണകാലയളവിലെ എടുത്തു പറയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ ഇറാനെ നിലക്കി നിർത്താൻ സാധിച്ചു. ഇപ്പൊ നോർത്ത് കൊറിയയിലേക്ക് ആദ്യമായിട്ടൊരു പ്രസിഡന്റ് നോർത്ത് കൊറിയയിലേക്ക് പോകുന്നു, കിം ജോങ് ഉന്നുമായിട്ട് ചർച്ച നടത്തുന്നു. ഒപ്പം ഇറാന്റെ ഒരു ജനറലിനെ ഡ്രോൺ അറ്റാക്കിലൂടെ തകർക്കുന്നു. അപ്പൊ എടുത്തു പറയുന്ന നിരവധി നേട്ടങ്ങൾ. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മുനയൊടിക്കുന്നു, അവരുടെ ഒരു അടിത്തറ തകർക്കുന്നു. ഒരു ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത്? എന്തുകൊണ്ടാണ് ഒരു ലോക പൊളിറ്റിക്സിൽ തന്നെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ശബ്ദമായിട്ട് തീരാൻ ട്രംപിന് ആ കാലയളവിൽ സാധിച്ചത്? സോ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈസ് എ സൊല്യൂഷൻ ഓറിയന്റഡ് ഗായ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് വാട്ട് എവർ ഇറ്റ് ടേക്സ്. അപ്പോൾ പലപ്പോഴും ഹിസ് ടഫ് നെഗോഷിയേറ്റിംഗ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾസോ നോ നോൺസെൻസ് ടൈപ്പ് ഓഫ് അപ്രോച്ച്, അതാണ് ആൾക്കാർക്ക് പേടി. പലപ്പോഴും പറയും, ഇപ്പോൾ സിംഗപ്പൂരൊക്കെ പോകുമ്പോൾ പറയും പോലീസിനെ പല സ്ഥലത്തും കാണൂല, പോലീസ് ഇസ് ഇൻ യുവർ ബ്രെയിൻ. ട്രംപ് വന്നു കഴിഞ്ഞാൽ ദേ ഓൾ ഫിയർ. there is a ഡിഫൻസ് മറ്റേ മിലിറ്ററി ഇതിൽ മാഡ് മാൻ തിയറി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ബിക്കോസ് മാഡ് മാൻ they don't know what he is going to do, so there is a fear. And the Trump is power, he has got the American power behind it and he projects it very well.
അതിന് ഭയങ്കര ഇഫക്റ്റാണ്. അതിപ്പോ നോർത്ത് കൊറിയ ആയാലും ചൈന ആയാലും എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു അതുകൊണ്ട് ദാറ്റ് ഈസ് എ ടാക്ടിക്. സോ അതിന്റെ ബെനിഫിറ്റ് നമ്മൾ കഴിഞ്ഞ ടേമിൽ ഉണ്ടായി. അതുപോലെ തന്നെ ഹി ക്യാൻ ഫിക്സ് സം ഓഫ് ദ തിങ്സ് വിച്ച് ഈസ് ഓൾറെഡി ഇൻ ബിഗ് പ്രോബ്ലം. അപ്പൊ ആ സെയിം അപ്രോച്ച് ഹി വിൽ ബ്രിങ് ദാറ്റ് ഇൻ എ സൊല്യൂഷൻ എന്നാണ് എൻ്റെ ധാരണ. ഒപ്പം ഈ അമേരിക്കയിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഈ അബോർഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. കമല ഹാരിസ് നമുക്കറിയാം അബോർഷനെ ശക്തമായിട്ട് അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്ലാൻഡ് പേരൻഹുഡ് പോലുള്ള അബോർഷൻ ഭീമന്മാരുടെ ഒരു വക്താവ് കൂടിയാണ് കമല ഹാരിസ്. ഒപ്പം തന്നെ സെയിം സെക്സ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ റോ വേഴ്സസ് വേഡ് വിധി അത് റദ്ദാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രസിഡൻഷ്യൽ ഒരു ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വിഷയം പ്രത്യേകിച്ച് ട്രംപ് ആ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിന്റെ പശ്ചാത്തലത്തിൽ, കമല ഹാരിസ് ആ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിന്റെ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഒരു സ്ത്രീ വോട്ടർമാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഡെമോക്രാറ്റിക് പാർട്ടി വളരെ ഡെലിബറേറ്റ് ആയിട്ട്, വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഈ പ്രശ്നം എലക്ഷൻ ഡേറ്റിനോടടുത്ത് വലിയ പ്രകടനങ്ങളും അതുമായിട്ട് മുന്നോട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് 2-3% കൂടുതൽ കമല ഹാരിസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും അഡ്വാൻറ്റേജ്, പ്രത്യേകിച്ച് ഈ 5 സ്റ്റേറ്റുകളിൽ. അത് ഡെഫിനറ്റ് ആയിട്ടും ഇപ്പം അത് അത്ര കാര്യമായിട്ട് നടക്കുന്നില്ല, പക്ഷേ അത് അവരുടെ സ്ട്രാറ്റജിയിലുണ്ട്. നമ്മൾ ഇലക്ഷനോട് അടുക്കും തോറും ആ ഒരു സബ്ജക്റ്റ് കൂടുതൽ ചെവിട്ടോർമ്മ പോലെ ഉണ്ടാവും. ഒപ്പം ഈ നമുക്കറിയാം ലോകവ്യാപകമായിട്ട് ഇസ്ലാമിക് ടെററിസം അത് വളരെ വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്പിലെ അഭയാർത്ഥികളുടെ രൂപത്തിൽ വലിയ രീതിയിലുള്ള ഇസ്ലാമിക് ടെററിസത്തിന് ഒരു പമ്പിങ് തന്നെ നടക്കുന്നുണ്ട്. പല ഭീകരാക്രമണങ്ങളും അല്ലെങ്കിൽ പല സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിക് ടെററിസം അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഷയത്തിൽ ട്രംപാണോ അല്ലെങ്കിൽ ബൈഡൻ ആണോ എന്നൊരു ചോയ്സ് വരുമ്പോൾ ആ ഒരു ചോയ്സ് അവരുടെ ഒരു വോട്ടിംഗ് ഡിസിഷനെ എത്രത്തോളം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? രണ്ട് കാൻഡിഡേറ്റ്സിനും അവരുടെ അപ്രോച്ച് ടു ദ ടെററിസം ഈസ് ടോട്ടലി ഡിഫറെന്റ്. ആൻഡ് ഡെമോക്രാറ്റ്സ് ആർ വെരി സോഫ്റ്റ് ആൻഡ് റിപ്പബ്ലിക്കൻസ് ആർ വെരി ടഫ്. കാരണം റിപ്പബ്ലിക്കൻസ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ടെററിസ്റ്റ് ആണോ അല്ലയോ അതിനൊരു ക്ലിയർ കട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസിഷൻ ഉണ്ട്. യു ഹാവ് ടു കോൾ സ്പെയ്ഡ് എ സ്പെയ്ഡ്. അതുപോലെ ടെററിസ്റ്റ് ആണെങ്കിൽ യു കോൾ ദം എ ടെററിസ്റ്റ്. ഡെമോക്രാറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം പേടിയാണ്. അത് പറഞ്ഞ ഈ ഗ്രൂപ്പ് എന്ത് വിചാരിക്കും, അങ്ങനെ പറഞ്ഞ് ഈ ഗ്രൂപ്പ് എന്ത് വിചാരിക്കും, ഇവങ്ങനെ കമ്മിറ്റി ഡിസിഷനാണ് എന്താണ് പ്രസ്താവന ഇറക്കേണ്ടതെന്ന്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ അതുകൊണ്ട് ആ ഡിസിഷനും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്തെങ്കിലും ടെററിസം ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം, ഗോ ആഫ്റ്റർ ആൻഡ് ഡിസ്ട്രോയ് ദാറ്റ് പേഴ്സൺ, ദാറ്റ് ഗ്രൂപ്പ്. അതാണ് പുള്ളിയുടെ അപ്രോച്ച്. സോ ദർ ഇസ് നത്തിങ്. സോ ഐ തിങ്ക് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു സംശയമില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് ഹി ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ. അത് മാത്രമല്ല ഈ ഇത്രയും ഗ്ലോബൽ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഈ കോണ്ടെക്സ്റ്റിൽ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ വാൾസ്ട്രീറ്റ് ജേർണൽ പല സർവേയിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗ്ലോബൽ സെക്യൂരിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രംപ് ഓൾവേസ് ഗെറ്റ്സ് ഹൈ മാർക്സ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇനിയുള്ള സമയം ഇലക്ഷനോട് അടുത്ത് വരുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി കൂടുതൽ അതിൽ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു വാർ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ കഴിഞ്ഞ മെയ് മുതൽ വളരെ വലിയ രീതിയിലൊരു അരക്ഷിതാവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺവക്കേഷൻ നടക്കേണ്ട ആ ഒരു സമയത്താണ് വിദ്യാർത്ഥികൾ ഈ പ്രോ ഹമാസ് മുദ്രാവാക്യമൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റികളിൽ ഒരു അഴിഞ്ഞാട്ടം തന്നെ നടത്തിയത്. ട്രംപ് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയുണ്ടായി. ഹമാസ് അനുകൂലികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് കൃത്യമായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഇസ്രായേലിനോട് ഈ വരുന്ന നവംബറിൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഒരു പ്രസിഡന്റ്, അത് ട്രംപ് ആയിക്കോട്ടെ കമല ഹാരിസ് ആയിക്കോട്ടെ, സ്വീകരിക്കാൻ പോകുന്ന ഒരു നിലപാട് അത് എത്രത്തോളം വോട്ടർമാരെ ഒരു സ്വാധീനിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്? അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുക ജൂയിഷ് വോട്ടേഴ്സാണ്. ജൂയിഷ് വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഞാൻ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10-20% ജൂയിഷ് വോട്ടേഴ്സ് വിൽ സ്വിങ് ടു ട്രംപ്. എനിക്ക് ഒരുപാട് ജൂയിഷ് ഗ്രൂപ്പായിട്ട് എനിക്ക് പരിചയമുണ്ട്, ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ നിഗമനം ഒരു 10-20% ട്രംപിന് വരുന്നുള്ളതാണ്. പിന്നെ ഈ യൂത്ത് ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ടോ പ്രകടനങ്ങളും പക്ഷേ ഈ യൂത്തിനെ സംബന്ധിച്ചാണ് പലർക്കും ഇതിന്റെ റിയൽ ഇഷ്യൂവിനെ പറ്റി കാര്യമായിട്ട് ഗ്രാഹ്യമൊന്നുമില്ല. അത് ഫോക്സ് ന്യൂസ് പല ഇതിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഇന്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വളരെ കുറച്ചേ അറിയൂ. അപ്പൊ ശരിക്കുള്ള ഇസ്രായേൽ പാലസ്തീനിയൻ കോൺഫ്ലിക്റ്റ് തുടക്കം മുതലേ ഇത് എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഉത്ഭവിച്ചു, അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിന് എത്രയോ കംപ്ലൈന്റ് ചെയ്യാം.
2.3 million Christians in our birthplace of our Savior. It had 86% Christians in Bethlehem. Now is 99% Muslim. അപ്പോൾ നമുക്ക് കൈവിട്ടു പോയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ ഇങ്ങനത്തെ ലോകത്തിൽ മുഴുവൻ ഒരു 12 മില്യൺ ജർമ്മൻസിനെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് പോളണ്ടിൽ നിന്നും ചെക്കോസ്ലോവാക്കിയിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ പുറത്താക്കി ഈ വാറിന്റെ പേരിൽ. അതുപോലെ തന്നെ ഗ്രീക്ക് 1 മില്യൺ ഗ്രീക്കിനെ ടർക്കിയിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനത്തെ സംഭവങ്ങൾ നിത്യം ഗാനയിലുള്ള ആൾക്കാരെ നൈജീരിയ എന്ന് പുറത്താക്കി. ഇങ്ങനെ നിത്യം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ടു ഫൈറ്റ് ഫോർ വിത്ത് അനദർ wrong, and that doesn't make any sense. But they have to understand it. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ളതാണ്. ഈ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം lot of them they have no clue. That is the saddest part. If you are fighting for something, you should know what you're fighting for. അപ്പം ഈ ഇരുകൂട്ടരും തെരഞ്ഞെടുത്തിരിക്കുന്ന വൈസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സ്, ഇപ്പൊ ജെഡി വെൻസ് ആയിക്കോട്ടെ, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ടിം ആയിക്കോട്ടെ, അത് എത്രത്തോളം ഈ ഒരു ഇലക്ഷൻ റേസിനെ സ്വാധീനിക്കും? ഈ വൈസ് പ്രസിഡന്റ് അവരെടുക്കുന്ന തീരുമാനം, നമുക്കറിയാം ജെഡി വെൻസ് വളരെ വലിയ രീതിയിൽ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിത്വമാണ്, അബോർഷനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന വ്യക്തിത്വമാണ്. അപ്പുറത്തെ സൈഡിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഒരു നാഷണൽ പൊളിറ്റിക്കൽ ലെവലിൽ അത്ര അറിയപ്പെടുന്ന ഒരു ഫിഗർ ആയിരുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ജനറലി അമേരിക്കൻ പൊളിറ്റിക്സിൽ വൈസ് പ്രസിഡന്റ്സ് they don't play major role. അപ്പോൾ the only thing they can do is don't rock the boat. അത് ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. സോ I don't think it has any major influence. So Kamala Harris was the VP. Everybody knew Kamala Harris. A lot of people were ridiculing, including Democrats. Still it didn't have any effect. So അത് ആ ഡിബേറ്റിന്റെ സമയത്തൊക്കെ കുറച്ച് സംസാരം ഉണ്ടാവുന്നല്ലാതെ ടോട്ടൽ ഇലക്ഷന്റെ in that framework they play a lesser role. പലപ്പോഴും ഈ കോൺസ്പിറസി തിയറികളൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ ഡെമോക്രാറ്റിക് പാർട്ടി, ഇപ്പൊ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, ആരായാലും അത് പിന്നിൽ നിന്ന് കളിക്കുന്നത് ഒരു ടീം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒബാമ, ആ വ്യക്തിയുടെ ഒരു സ്വാധീനം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എത്രത്തോളം ഉണ്ട്? ഇനി ഒരു പക്ഷേ കമല ഹാരിസ് വരികയാണെങ്കിൽ തന്നെ ഒരു പിന്നിൽ നിന്ന് ഈ കമല ഹാരിസിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് ഈ ഒബാമയെ പോലുള്ള നേതാക്കൾ മാറാനുള്ളൊരു ചാൻസ് ഉണ്ടോ? ഒബാമ അഡ്മിനിസ്ട്രേഷൻ 8 കൊല്ലത്തെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഒരുപാട് പേരെ അപ്പോയിന്റ് ചെയ്തു. അത് അഡ്മിനിസ്ട്രേഷനിൽ മാത്രമല്ല, FBI അതാണ് ഡീപ് സ്റ്റേറ്റ് എന്നുള്ള, അതിൽ വളർന്നു വന്ന കരിയർ എംപ്ലോയീസ് പലരും ആ അഡ്മിനിസ്ട്രേഷൻ അനുഭവമുള്ളവരാണ്. അതുപോലെ തന്നെ CIA, DOD, ഡിഫൻസിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെയധികം ഇമ്പാക്റ്റ് ഈ ട്രംപിന്റെ സമയത്തുണ്ടായി. ഫേക്ക് റഷ്യ, ഹോക്സ്, അങ്ങനത്തെ ഒരുപാട് കേസുകൾ, FBI ഇൻവെസ്റ്റിഗേഷൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ടായി. ആ സെയിം ഇൻഫ്ലുവൻസ് ആണ് ഇനിയുള്ള സമയത്തും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇറാൻ, ഫോർ എക്സാമ്പിൾ, ഇറാൻ became such a big power with projecting a lot of military power across all the proxies, Hezbollah and Hamas and all that. എവിടെ നിന്ന് ഇതിനൊക്കെ കാശുണ്ടായത്? ഇറാൻ ആ ഡീലില് ആക്ച്വലി ഒബാമ പുട്ട് ഫോർവേഡ്, ഒബാമ മെയ്ഡ് ദാറ്റ് ഹാപ്പൻ. അവർക്ക് ഒരു പ്ലെയിൻ ലോഡ് ഓഫ് ക്യാഷ് കൊണ്ടു കൊടുത്തു, $100 ബിൽസ്. അത് മാത്രമല്ല 321,000 barrels a day അവരുടെ പ്രൊഡക്ഷൻ ഉണ്ടായത്. ഇപ്പൊ 3.21 million barrels a day ആണ്. അപ്പൊ അതിൽ തന്നെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മാസം അവർക്ക് കാശ് വന്നു. ഇറാനിലെ കാശ് വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചെറിയൊരു ക്ലിക്കാണ് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആ ക്ലിക്കിന് അവരുടെ പ്രോക്സീസിന് കൊടുക്കാം, ഹൂത്തീസിന് കൊടുക്കാം, ഹെസ്ബോളയ്ക്ക് കൊടുക്കാം, ഹമാസിന് കൊടുക്കാം. അങ്ങനെയാണ് ഈ കാശൊക്കെ അത് വന്നത്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാല് അമേരിക്ക തന്നെയാണ് ഈ പ്രശ്നത്തിന്റെ കാരണം. ആ ഇറാൻ ഡീലിലാണ് ഈ ഇറാനിന് ഇത്രയും പവർ വന്നത്. ട്രംപ് ക്യാൻസൽ ചെയ്തെങ്കിലും അവരുടെ മണി സോഴ്സ് അത് ടച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ ദ ഓയിൽ ഔട്ട്പുട്ട് ആൻഡ് ദെയർ എബിലിറ്റി ടു സെൽ ദാറ്റ് ക്രിയേറ്റഡ് സോ മച്ച് മണി ഇൻ ദ കോഫേഴ്സ് which they didn't use for their people. Iranians are still struggling. അവർക്ക് കൊടുക്കാണ്ട് ആ കാശ് ഈ ടെററിസ്റ്റ് ഹെസ്ബോളയ്ക്കും ഇവർക്കൊക്കെ കൊടുത്ത് അത് വലിയൊരു വിപത്തായിട്ട് മാറി.
അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസിഡൻഷ്യൽ റേസിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ട്രംപിന് നേരെ ഉണ്ടായിട്ടുള്ള ഒരു വധശ്രമം. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം, വളരെ മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ട്രംപ് രക്ഷപ്പെട്ടത്. അത് അമേരിക്കയുടെ ഒരു ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടുള്ളൊരു സംഭവം. നമുക്കറിയാം പ്രസിഡന്റ്സിന് നേരെ അറ്റാക്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വധശ്രമമല്ലേ നടന്നത്. അതൊരു ഒറ്റപ്പെട്ട സംഭവമാക്കി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു വ്യക്തി നടത്തിയ ഒരു സംഭവമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും? പലപ്പോഴും ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു ഫെയിലിയറിലേക്ക് അത് വിരൽ ചൂണ്ടുന്നില്ലേ? ഒപ്പം തന്നെ ഇത് നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ, അതിന് പിന്നിൽ ആരാണ് ആ വ്യക്തിയെ പ്രേരിപ്പിച്ചത് എന്നതിനെ പറ്റി ഒരു നിഗമനത്തിലേക്കൊന്നും എത്തിച്ചേരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പം അതിന്റെ പിന്നിലൊരു നിഗൂഢത നമുക്ക് സംശയിക്കേണ്ടതല്ലേ? നിഗൂഢത കുറച്ച് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊമോട്ട് എനി കോൺസ്പിറസീസ് അറ്റ് ഓൾ. പക്ഷേ ഇതെല്ലാം ഒരു വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു. ട്രംപ് അവിടെ വന്ന് പ്രസംഗിക്കുന്നു, സെക്യൂരിറ്റി ഡീറ്റെയിൽസ് പലരും ടെമ്പററി ആൾക്കാരാണ്, മറ്റേ ഹോംലാൻഡ് സെക്യൂരിറ്റി ഹയർ ചെയ്ത ടെമ്പററി ആൾക്കാരാണ്. എന്നിട്ട് വളരെ ആളുകൾ പലരും ഇവൻ എന്തോ കൊണ്ട് ഇതിന്റെ മോളിൽ കയറുന്നതൊക്കെ കണ്ടു. അതൊക്കെ പെട്ടെന്ന് ഇത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടും യാതൊരു ആക്ഷൻ എടുക്കാതിരിക്കുക, എല്ലാത്തിൻ്റെയും ഒരു ഐ തിങ്ക് ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് വെൽ. ഒന്നിലെ ഇത് ഭയങ്കര ഇൻഎഫിഷ്യൻസി ഓഫ് ദ പീപ്പിൾ ആൻഡ് ലാക്ക് ഓഫ് പുവർ പ്ലാനിങ്, ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. അതല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു purposely ഇങ്ങനെ they let it go like that to loosey-goosey operation എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ I don't want to promote any conspiracy, but something really strange happened that day. But thank God nothing happened. അതിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിട്ടു? കാര്യമായിട്ടൊന്നും പുറത്തുവിട്ടിട്ടില്ല. Eventually they will come. Actually department is in their hand. അപ്പൊ ഇനി election കഴിയാണ്ടൊന്നും എനിക്ക് തോന്നണില്ല ഏതെങ്കിലും വിധത്തിലുള്ള റിപ്പോർട്ട് വരുന്നു. പക്ഷേ ഇപ്പൊ ട്രംപ് ഈസ് ഗെറ്റിംഗ് എലക്ടഡ്, ഹി വിൽ ഗെറ്റ് ടു ദ റൂട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ആര് വന്നാൽ പോലും, ഇപ്പൊ ട്രംപ് ആയിക്കോട്ടെ കമലാ ഹാരിസ് ആയിക്കോട്ടെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഒരു ബെനിഫിഷ്യൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ ട്രംപ് ആയിരിക്കും വളരെ നല്ലത്. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം കമലാ ഹാരിസിന് she has to balance. It's a balancing act. So she will be very ineffective on policies that help India. Trumpനെ സംബന്ധിച്ചിടത്തോളം he is very transactional in his approach, and anything that is win-win with India he will implement it. എന്നെ സംബന്ധിച്ചിടത്തോളം മോഡിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. മോഡി also wants to see Trump as the president എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം ഒത്തിരി ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നൊക്കെ ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പം വിദേശത്തേക്കൊക്കെ കുടിയേറുന്നുണ്ട്. അത് കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയാക്കുന്ന അല്ലെങ്കിൽ ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം അമേരിക്കയിലേക്കൊക്കെ കുടിയേറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അത്തരം പ്ലാൻ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ട്രംപ് ആണോ നല്ലത്, അതോ കമലാ ഹാരിസ് ആണോ നല്ലത്? എന്നെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കോണമി സ്ട്രോങ് അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കുറയും. അപ്പോൾ ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ ട്രംപ് ഗീവ്സ് മോർ ഓപ്പർച്യൂണിറ്റീസ്, എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. ആ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസിന്റെ ബെനിഫിഷ്യറി മിക്കവാറും ഇമിഗ്രൻസ് ആയിരിക്കും. കാരണം ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആർ ലാക്കിംഗ്, വി നീഡ് മോർ പീപ്പിൾ. സോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി അടുത്ത ലെവലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ലോട്ട് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് സ്കിൽഡ് പീപ്പിൾ. അങ്ങനെ നോക്കുമ്പോൾ I think that Trump will be the right candidate from the point of opportunities for the people who are trying to migrate. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, ഈ അമേരിക്കൻ ഇലക്ഷൻ കൗണ്ടിങ് പ്രോസസ്സ് അത് എങ്ങനെയാണ്? ഒപ്പം തന്നെ പലപ്പോഴും പല രാജ്യങ്ങളിൽ, ഇപ്പം ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ജനങ്ങൾക്ക് ഈ ഇലക്ഷൻ പ്രോസസ്സിനോടൊരു വിമുഖത അല്ലെങ്കിൽ ഒരു മടി അത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം പല രാജ്യങ്ങളിലും കേൾക്കുന്നുണ്ട്. അപ്പോൾ സമകാലിക സാഹചര്യങ്ങളിൽ അമേരിക്കൻ ജനത ഈ ഇലക്ഷൻ പ്രോസസ്സിനോട് എങ്ങനെയായിരിക്കും ഒരു പ്രതികരിക്കുക? അവരുടെ ഒരു മനോഭാവം എങ്ങനെയാണ്? ഒരു വോട്ടിംഗ് പെർസെന്റേജ് സംബന്ധിച്ച കാര്യങ്ങൾ, ഒപ്പം തന്നെ അതിനുശേഷം വരുന്ന ഒരു കൗണ്ടിങ്, അതിന്റെ ഒരു പാറ്റേൺ ഒന്നും അതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ. അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ ഇലക്ഷൻ കൗണ്ടിങ് പീപ്പിൾ ആർ ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ്. ചില സ്റ്റേറ്റുകളിലൊക്കെ പുതിയ സിസ്റ്റം ഉണ്ട്, ഇലക്ട്രോണിക് കൗണ്ടിങ് ഉണ്ട്. ഇലക്ഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 1 hour റിസൾട്ടൊക്കെ വരും, അങ്ങനത്തെ. പക്ഷെ അതേസമയം
ചില കൗണ്ടികളിൽ ഓരോ കൗണ്ടിയിലും ഇങ്ങനെ വോട്ടിങ്ങിന്റെ അവരാണ് അത് നിർണ്ണയിക്കുന്നു, തീരുമാനിക്കുന്നു. അതിനെ ലോക്കൽ കൗണ്ടിക്കൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട് ഇത് എങ്ങനെ നടക്കണമെന്നുള്ളത്, എപ്പോൾ സർട്ടിഫൈ ചെയ്യും ഇതിനൊക്കെ. അപ്പോൾ ചില കൗണ്ടികളിൽ ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം കൗണ്ട് ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ ഇവരുടെ കൗണ്ടിങ് കഴിയില്ല. ഇവർ മെയിലിൻ ബാലറ്റും ഇതുകളൊക്കെ ഓരോന്നും എടുത്ത് അവരുടെ, അപ്പോൾ ഇറ്റ്സ് എ വെരി ഡിസ്ഫങ്ഷണൽ സിസ്റ്റം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ സമയത്ത് നമ്മൾ ഈ ഇന്റർനാഷണൽ മീഡിയാസ്, അമേരിക്കൻ മീഡിയാസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പം പെൻസിൽവാനിയ പ്രൊജക്റ്റഡ് ഫോർ ട്രംപ്, അല്ലെങ്കിൽ അരിസോണ പ്രൊജക്റ്റഡ് ഫോർ കമല ഹാരിസ്, അങ്ങനെ വാക്ക് കേൾക്കുന്നുണ്ട്. ആ ഒരു ഡിസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? അത് അവരുടെ എക്സിറ്റ് പോൾ ഇവിടെയുള്ളൊക്കെ പോലെ തന്നെ ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊഡിക്ഷൻ. അവർ വളരെ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ദേ വോണ്ട് പ്രൊഡിക്റ്റ് അണ്ടിൽ ദ ലാസ്റ്റ് മൊമെന്റ്. അതല്ലെങ്കിൽ ഏർലി വോട്ടിങ്ങിൽ തന്നെ അവർക്ക് ഓരോ കൗണ്ടിയിലെ കഴിഞ്ഞ തവണത്തെ വോട്ടും അതിന്റെ ഡാറ്റ അനലറ്റിക്സ് എല്ലാം ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ദേ പ്രൊജക്റ്റഡ് ആൻഡ് 95% ഓഫ് ദ ടൈം ദേ ആർ റൈറ്റ്. ഓക്കെ, വളരെ നന്ദി ജോസഫ് സാർ. പ്രത്യേകിച്ച് അമേരിക്ക ഇലക്ഷനെ പറ്റി, നിലവിലെ സാഹചര്യത്തെ പറ്റി വളരെ വിശദമായിട്ട് അങ്ങ് പങ്കുവച്ചതിന്. തീർച്ചയായിട്ടും അമേരിക്കൻ പൊളിറ്റിക്സിൽ, അമേരിക്കയിലെ ഒരു സൊസൈറ്റിയിൽ അങ്ങ് നടത്തുന്ന ഒരു സേവനങ്ങൾ, അങ്ങയുടെ ഒരു ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അമേരിക്കയ്ക്ക് നല്ലൊരു ഭരണാധികാരിയെ ഈ വരുന്ന നവംബറിൽ ദൈവം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ.